നമസ്കാരം. CMRL എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും നോട്ടീസ് അയച്ച് ഹൈക്കോടതി. വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കുഴൽനാടന്റെ ഹർജിയിലാണ് നടപടിയെടുത്തിരിക്കുന്നത്. നേരത്തെ വിജിലൻസ് കോടതി മാത്യു കുഴൽനാടന്റെ ആവശ്യം തള്ളിയിരുന്നു. തുടർന്നാണ് അദ്ദേഹം റിവിഷൻ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. CMRL ഉൾപ്പെട്ട എല്ലാ എതിർ കക്ഷികൾക്കും നോട്ടീസ് അയക്കാൻ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കളമശ്ശേരി സ്വദേശിയായ ഗിരീഷ് ബാബു ഇതേ ആവശ്യങ്ങളുമായി മുൻപ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിക്കും മകൾക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഈ കേസിൽ വാദം നടന്ന് ഉത്തരവ് പറയാനിരിക്കെയാണ് മാത്യു കുഴൽനാടനും സമാന ആവശ്യവുമായി. മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജി ജൂലൈ 2-നും ഗിരീഷ് ബാബുവിന്റെ ഹർജി ജൂലൈ 3-നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് കെ ബാബു പരിഗണിക്കും. CMRL കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയതിന് പകരമായാണ് വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിന് പണം നൽകിയത് എന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം. എന്നാൽ ഹർജിക്കാരന്റേത് വെറും ആരോപണം മാത്രമാണെന്നും അത് തെളിയിക്കാനുള്ള രേഖകൾ ഹാജരാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നുമാണ് വിജിലൻസ് കോടതി നേരത്തെ വ്യക്തമാക്കിയത്. മാത്യു കുഴൽനാടൻ ഹാജരാക്കിയ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട് സഹായം ചെയ്തതായി കണ്ടെത്താനായിട്ടില്ലെന്നും കോടതി പറഞ്ഞിരുന്നു. അതേസമയം ഹൈക്കോടതി നോട്ടീസ് അയച്ചത് കേസിലെ സ്വാഭാവിക നടപടി മാത്രമാണെന്ന് ഹർജിക്കാരനായ മാത്യു കുഴൽനാടൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രിക്കും മകൾക്കും പറയാനുള്ളത് കോടതി കേൾക്കും. അതിന്റെ അടിസ്ഥാനത്തിലാകും തുടർ നടപടികൾ. കേസിൽ ആത്മവിശ്വാസ കുറവില്ല, തുടർ നടപടികൾക്കായി കാത്തിരിക്കുന്നുവെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഹർജിയിലെ ഹൈക്കോടതി ഇടപെടൽ സ്വാഗതാർഹമാണെന്നും മാത്യു കുഴൽനാടന്റെ നിയമ പോരാട്ടം തുടരുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും വ്യക്തമാക്കി. മാസപ്പടി കേസിൽ നിലവിൽ ED അന്വേഷണവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണവും നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.